എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ നാട്ടിൽ ജീവിക്കേണ്ടി വരും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭൂലോക കള്ളന്മാർ പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ലല്ലോ, നാട് വിട്ട് ഓടിയിട്ടുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മാത്രം അത് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയും കാലം പാടുപെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തി കൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും ജോലി തരപ്പെട്ടെങ്കിൽ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാർ. പിന്നെ ഏത് കോളർ വേണം? എന്ത് കളറായാലും കുഴപ്പമില്ല സാർ. വയലറ്റ് ആയാലോ? എന്നോട്. ഇവിടുത്തെ തൊഴിൽ ക്ഷാമത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? 45 ലക്ഷത്തോളം അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷികൾ ഇന്ന് ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുക എന്ന് വെച്ചാൽ അത് വലിയ ഭാഗ്യമാണ്. എന്ത് ജോലി ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടത്തില് എന്റെ പേര് PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടേ. എങ്കിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയെ വേണ്ട. അങ്ങനെയൊന്നും പറയരുത്. നമ്മുടെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ജോലി തരാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, ഗോപാലൻ മുതലാളി. കണക്കും മറ്റും നോക്കാൻ 1-2 പേരെ വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കാര്യമായതുകൊണ്ട് മുതലാളിയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എന്റെ സ്വാധീനം വെച്ച് ഞാൻ സംസാരിച്ചു നോക്കാം. അല്ല, എങ്ങനെയാ വീട്ടിൽ പോവാന്നുള്ള കാര്യത്തില വഴിയുണ്ട്. കുറച്ച് വിഷം വേണ്ടി വരും. വിഷമുണ്ടോ? TIC-20, പരാമർ, പൊട്ടാസ്യം സൈനൈഡ്, ഇതൊക്കെയാണ് ഇന്ന് മരിക്കാൻ വിപണിയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിഷങ്ങൾ. ഇതിലേതാണ് നിങ്ങളുടെ ബ്രാൻഡ്? ഇനിയിപ്പോ ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിൽ നൈട്രിക് ആസിഡോ സൾഫൂറിക് ആസിഡോ ആയാലും മതി. അതും ഇഷ്ടമായില്ലെങ്കിൽ ഒതളങ്ങ ആയാലും മതി. ഏത് വിഷമാണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തിനാ ഇനി ഇങ്ങോട്ട് വരണത്? ഒന്നിനും ഒരു കുറവില്ലാണ്ടല്ലേ നിന്നെ ഞാൻ വളർത്തിയത്. ആരാന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്ക്? നിന്റെ അച്ഛനായിട്ടുണ്ടാക്കിയ മാനവും പേര് നീ കളഞ്ഞല്ലോ. ഇങ്ങനെ ഒരു മോനില്ലാത്തത് എനിക്ക് നല്ലത്. പോ എന്റെ മുമ്പിന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ടീച്ചർ, ഒരു മിനിറ്റ് ഒന്നിങ്ങ് വന്നേ. ഇപ്പൊ അവനെ വഴക്ക് പറയരുത്. ഇത് കണ്ടോ, മാരകമായ വിഷമായത്. അമ്മയുടെ മുമ്പിൽ വരാനുള്ള വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു അവൻ. ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചിട്ട് നീ എന്തിനാ ചാവണേ? ഞാനാ ചാവേണ്ടത്. ഇങ്ങനൊരു മോനെ പെറ്റതിന്. എന്നാലും നിനക്കിങ്ങനെയൊക്കെ തോന്നിയല്ലോ മോനെ. എന്റെ മോനിനെ ഇങ്ങനെയൊക്കെ കേൾപ്പിച്ച ശാസിക്കാനും കരയാനും ഈ അമ്മയുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ആരുടെയും പണ്ടോ പണമൊന്നും ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അമ്മ എന്നെ ശിക്ഷിച്ചോളൂ. എനിക്കറിയാം ഒരു കോടതിയിലും കിട്ടാത്ത മാപ്പ് ഈ കോടതിയിൽ കിട്ടുമെന്ന്. അതാണ് അമ്മ. എന്തായാലും എന്റെ ദൗത്യം കഴിഞ്ഞു. ഇനി ഞാൻ പോവാ. പിന്നൊരു കാര്യം, ആത്മഹത്യാ പ്രവണതയുള്ളവനാണ് മുരളി. ഒരിക്കലും അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. ഈശ്വര കുമ്പിടുന്നേൻ. പിടിച്ചു കൊടുക്കുന്ന ആളുടെ തലയിലോട്ട് തന്നെ ലഗേജ് വെക്കുന്ന കാലമായത്. കഷ്ടം. എന്തായാലും എന്റെ നിരപരാധിത്വം കാലം തെളിയിച്ചു. വത്സലക്കുട്ടി കൂടി എന്നെ സംശയിക്കുന്നു അറിഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. വലിയ ഫീലിങ്സ് ഒന്നും താങ്ങാനുള്ള കരുത്ത് എന്റെ ഈ ബോഡിക്കില്ല. സോറി, മനസ്സിനില്ല. സത്യം അറിഞ്ഞപ്പോ ഇവൾക്കും വിഷമം തോന്നി. കവലയിലെ കാര്യം കേട്ടപ്പോ ഇവിടെ ഇരുന്ന് തല തല്ലി കരയുകയായിരുന്നു. എത്ര ദുഷ്ടനായാലും സ്വന്തം ആങ്ങളല്ലേ. അതല്ലെന്നേ, എന്റെ വിശാല കക്ഷേട്ടനെ ഞാൻ സംശയിച്ചു പോയല്ലോ എന്ന് പറഞ്ഞായിരുന്നു അവളുടെ നിലവിളി. അതെ, ഒരു സംശയം ചോദിച്ചോട്ടെ? പിന്നെന്താ? നിങ്ങളുടെ ഈ പോളിസിയിലെ ചത്താൽ കുടുംബത്തിന് കാശ് കിട്ടുന്ന ഏതെങ്കിലും വകുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യാവോ? ഇംപോസിബിൾ. ഇവരുടെ പൊന്നാങ്ങളെ കൊണ്ട് ഒരു പോളിസി എടുപ്പിച്ച് വല്ല ജീപ്പോ ലോറിയോ അവനെ നെഞ്ഞത്തോട്ട് കയറ്റി കൊല്ലുക. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന് സഹായം കിട്ടുമല്ലോ. എന്തായി പറയണേ? അതേടി, തറച്ചാണ്ടി അച്ചു എന്നാരുടെ അളിയൻ
ഒരു കോഴിക്കള്ളനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ഉള്ളന്തസ്സും പോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? അവനെങ്ങാനും ഇപ്പൊ ഒന്ന് കയറിയ പിന്നെ അത് മതി ബഹളത്തിന്. പിന്നെ എന്നെ മൂക്കിലോട്ട് വലിച്ചേറ്റും. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്. എനിക്കൊരു ക്യാൻവാസ് പോളിഷ് ചെയ്യാനുണ്ട്. സോറി, പോളിസി ക്യാൻവാസ് ചെയ്യാനുണ്ട്. വരട്ടെ. ഓട്ടെ. പോട്ടെ.